3 ആഴ്ച കൊണ്ട് ഏകദേശം 25,000 രൂപ നഷ്ടപ്പെടുത്തിയ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററുടെ കഥയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റർമാർ നടത്തുന്ന തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വഴി വലിയ രീതിയിലുള്ള നഷ്ടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോയുടെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 25,000 രൂപയൊക്കെ നഷ്ടം വന്നു എന്ന് കണ്ടുകൊണ്ട് വളരെ വലിയ രീതിയിൽ പാനിക്കായിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ഈ അടുത്ത് നമ്മുടെ ആസ്ക് റിവ്യൂ സർവീസിലേക്ക് കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 6 ലക്ഷം രൂപ ഒറ്റയടിക്ക് അങ്ങ് ഒരു ഫണ്ടിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഫണ്ടിൻ്റെ വില ഏകദേശം 4-4.5% 20 ദിവസം കൊണ്ട് കുറയുകയും അദ്ദേഹത്തിൻ്റെ 25,000 രൂപ ഈ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് 25,000 രൂപ കുറഞ്ഞ് 5.25 ലക്ഷം ആയതാണ് അദ്ദേഹം പിന്നെ കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു 4 കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പ്രധാനമായിട്ടും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത്രയും വലിയ തുകയൊന്നും ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. പക്ഷേ ഇപ്പോൾ ഒരു കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ, നമ്മളിപ്പോൾ ഒരു വർഷം കൊണ്ട് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ 6 ലക്ഷം രൂപ ഒരുമിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ആകെ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ, അതിൽ 6 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു അബദ്ധമില്ല. അതാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള അബദ്ധം. രണ്ടാമത്തേത്, അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഈ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിക്കും. ഈ 6 ലക്ഷം രൂപ എൻ്റെ അഭിപ്രായത്തിൽ 5-6 തവണകളായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിന് ഓരോ ലക്ഷം രൂപയുടെ 6 തവണകളായിട്ട് പല സമയങ്ങളിലായിട്ട് ഇടണമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജനുവരിയിൽ 6 ലക്ഷം രൂപ ഇടുന്നതിന് പകരം ജനുവരിയിൽ 1 ലക്ഷം, ഫെബ്രുവരിയിൽ 1 ലക്ഷം, മാർച്ചിൽ 1 ലക്ഷം, ഏപ്രിലിൽ 1 ലക്ഷം, അങ്ങനെ പറഞ്ഞ് 4, 5, 6 തവണകളായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും ഒരു നഷ്ടം ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 3 വർഷമോ അതിൽ കൂടുതലൊക്കെ കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സാധിക്കുന്ന ഒക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പല ആളുകളും ഒരു 1-2 വർഷത്തിനുള്ളിലൊക്കെ പൈസ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഇമ്മീഡിയറ്റ് നഷ്ടം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ തന്നെ സമയം എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ സമയമില്ലാത്തവർ പരമാവധി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ റിസ്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രൈസ് ഡിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടത്തിലേക്ക് കലാശിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മ്യൂച്വൽ ഫണ്ട് മാത്രമായിരിക്കരുത് ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ടായിരിക്കണം. സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളിൽ, മറ്റുള്ള ഗോൾഡ് പോലുള്ള അസറ്റുകളിലൊക്കെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അസറ്റുകളും കൂടെ ഉണ്ടായിരിക്കണം. ഇതിനെപ്പറ്റി ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡയറക്ഷൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.